നമസ്കാരം. ഡയബറ്റിക്സും ഒബീസിറ്റിയും ഇപ്പോൾ കോമണാണ്. ഭക്ഷണവും മരുന്നും എക്സസൈസും ഒക്കെ കൃത്യമായി ചെയ്താലും ടൈപ്പ് 2 ഡയബറ്റിക്സ് പോലുള്ളതിനെ നിയന്ത്രിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുമാണ്. ഈ രണ്ട് രോഗത്തിനും ഗെയിം ചേഞ്ചറായ മരുന്നാണ് മോഞ്ചാരോ. അമേരിക്കൻ ഫാർമ കമ്പനിയായ എലി ലില്ലി ഇന്ത്യയിലും മോഞ്ചാരോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 2 പ്രമേഹവും ഒബീസിറ്റിയും നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഈ മരുന്നിന് വലിയ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന ഈ ഇഞ്ചക്ഷൻ 2.5 മില്ലിഗ്രാം വയൽ 3500 രൂപയാണ് വില. അമിതവണ്ണം കുറയുമെന്നും കൂടി കണ്ടപ്പോൾ ഈ മരുന്നിനിപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. 2022 മെയ് 13 മോഞ്ചോരോയ്ക്ക് FDA അംഗീകാരം ലഭിച്ചു. മോഞ്ചോരോ ജനറിക്കില്ല. ടിർസെപ്റ്റൈഡിൻ്റെ 2 വ്യത്യസ്ത ബ്രാൻഡുകളാണ് എലി ലില്ലി ആൻഡ് കമ്പനി നിർമ്മിച്ചിരിക്കുന്ന മോഞ്ചോരോയും സെബ്ബൗണ്ടും. മോഞ്ചോരോ സ്പെസിഫിക്കായി ടൈപ്പ് 2 ഡയബറ്റിക്സ് ചികിത്സയ്ക്കും സെബ്ബൗണ്ട് ശരീരഭാരം കുറയ്ക്കുന്നതിനുമാണ് അംഗീകാരം. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എടുക്കാവുന്ന ഒരു കുത്തിവയ്പ്പാണിത്. ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ 21.8 കിലോ വരെ ശരീരഭാരം കുറയുന്നതായി തെളിഞ്ഞിട്ടുമുണ്ട്. ആഗോളമായി വലിയ ആവശ്യകതയുള്ള മോഞ്ചോരോ ഇന്ത്യയിൽ ആൻറ്റി ഒബിസിറ്റി പ്രമേഹ മരുന്ന് വിപണിയെ കീഴടക്കാനാണ് പോകുന്നത്. എന്നാൽ ഈ മരുന്ന് പലരും അമിതമായി ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. പെട്ടെന്ന് സ്ലിം ആകാനാണ് ഈ വളഞ്ഞ വഴി ഉപയോഗിക്കുന്നത്. ആഴ്ചയിൽ ഒരു തവണ എടുക്കേണ്ട മോഞ്ചോരോയുടെ ഇഞ്ചക്ഷൻ പെന്നിൽ സാധാരണയായി 4 ആഴ്ചയ്ക്കുള്ള ഒരു നിശ്ചിത അളവ് മരുന്നാണ് ഉള്ളത്. എന്നാൽ ഓരോ ഇഞ്ചക്ഷന് ശേഷവും പെന്നിൽ ചെറിയ അളവിൽ മരുന്ന് അവശേഷിക്കും. ഗോൾഡൻ ഡോസ് എന്ന് വിളിക്കുന്ന ശേഷിക്കുന്ന മരുന്ന് സിറിഞ്ച് ഉപയോഗിച്ച് പുറത്തെടുത്ത് 4 ഡോസ് എന്നുള്ളത് 5 ഡോസായി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ. പെട്ടെന്ന് മെലിയാനുള്ള കുറുക്കു വഴിയായാണ് ഈ ഗോൾഡൻ ഡോസ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഒരു ഡോസ് അധികം കിട്ടുമ്പോൾ കാശും ലാഭിക്കാമല്ലോ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഹാക്സുകൾ കണ്ട് മരുന്ന് അമിതമായി ഉപയോഗിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. മരുന്നിൻ്റെ അമിത ഉപയോഗം പാൻക്രിയാറ്റിസ്, ഹൈപ്പോഗ്ലൈസിമിയ, വൃക്ക പ്രശ്നങ്ങൾ, വയറിലെ പ്രശ്നങ്ങൾ, മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ജീവന് തന്നെ ഭീഷണിയാകാവുന്ന അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പിൽ പറയുന്നു. ഇനി ഈ മരുന്നിന് സാധാരണയായി പാർശ്വഫലങ്ങൾ കുറവാണെന്നാണ് വാദമെങ്കിലും മോഞ്ചോരോയ്ക്ക് വലിയ സൈഡ് എഫക്ട്സും ഉണ്ടാക്കിയേക്കാമെന്നും പഠനങ്ങളുണ്ട്. ക്യാൻസർ ഉൾപ്പെടെയുള്ള തൈറോയ്ഡ് മുഴകൾ ഉണ്ടാകാനുള്ള സാധ്യത ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പിൽ പറയുന്നു. എലികളിൽ നടത്തിയ പഠനങ്ങളിൽ മോഞ്ചോരോ പോലെ പ്രവർത്തിക്കുന്ന മരുന്നുകളും തൈറോയ്ഡ് ക്യാൻസർ ഉൾപ്പെടെയുള്ള തൈറോയ്ഡ് മുഴകൾക്ക് കാരണമായി. കുടുംബത്തിലെ ആർക്കെങ്കിലും തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോഞ്ചോരോ ഉപയോഗിക്കരുതെന്നും drugs.com എന്ന വെബ്സൈറ്റിൽ പറയുന്നു. ടൈപ്പ് 1 പ്രമേഹ ചികിത്സയ്ക്ക് മോഞ്ചോരോ അംഗീകരിച്ചിട്ടില്ല. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ മോഞ്ചോരോ സുരക്ഷിതമാണോ എന്ന അറിവായിട്ടുമില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിലുള്ള മരുന്നായാലും ഗുണവും ദോഷവും ഉണ്ടാവാം. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കൃത്യമായ അളവിൽ കൃത്യമായ സമയങ്ങളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും എത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.